പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് മാത്സിലെ 10ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററിലെ നിങ്ങൾക്കൊരു 5 മാർക്കിന് വളരെ വേഗത്തിൽ പെട്ടെന്ന് നിങ്ങൾക്ക് നേടിയെടുക്കാവുന്ന ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്കറിയാം, മാത്സിലെ 3ാമത്തെ ചാപ്റ്ററിന് ബാക്കിയുള്ള ചാപ്റ്ററിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ പ്രത്യേകത? ബാക്കിയുള്ള ചാപ്റ്ററൊക്കെ നിങ്ങൾക്ക് ഇക്വേഷൻ നന്നായിട്ട് പഠിച്ചിട്ട് വേണം എഴുതാൻ. പക്ഷേ മാത്സിലെ 3ാമത്തെ ചാപ്റ്ററിന് അതിൻ്റെ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് അതിൻ്റെ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അപ്പോൾ അത് നിങ്ങൾക്ക് അങ്ങനെ പരീക്ഷയ്ക്ക് വരുന്ന ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മളെ കയ്യിൽ 2 ബോക്സുകൾ ഇവിടെ തന്നിട്ടുണ്ട്. പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ബോക്സിന് പകരം 2 ക്ലാസ്സുകൾ തരാം. 10A ക്ലാസ്, അല്ലെങ്കിൽ 10B ക്ലാസ്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിലെ സ്കൗട്ട് ഗൈഡ്. ഈ ഒരു പാറ്റേണിലൊക്കെ ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അവിടുത്തെ ടോട്ടൽ പെയേഴ്സ്, ടോട്ടൽ ജോഡികൾ, ആകെ ജോഡികളെ കണ്ടുപിടിക്കണം. അപ്പോൾ നിങ്ങൾ ആകെ ജോഡികളെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. അതിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നമുക്ക് തന്നിരിക്കുന്ന ഇവിടെ 2 ബോക്സ് ആണ് തന്നിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ബോക്സിലെ എണ്ണം നമുക്കറിയാം. ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 2 ബ്ലാക്കും ഉണ്ട്, 3 വൈറ്റും ഉണ്ട് ബോൾസ്. അപ്പൊ എത്ര എണ്ണം ഉണ്ട് ടോട്ടല്? 5 ബോൾ ഉണ്ട്. ഓക്കെ, ഇവിടെ എത്ര ബോളുകളാണ് ഉള്ളത്? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. ഈ രണ്ടാമത്തെ ബോക്സിൽ എത്ര ബോളുകളുണ്ട്? എത്ര ബോളുകളാ? 6 ബോളുകൾ. അപ്പൊ നമുക്ക് ഇതിൽ 5 ബോളുകൾ ഉണ്ട് എന്ന് അറിയാം. രണ്ടാമത്തെ ബോക്സിൽ 6 ബോളുകളുണ്ട്. ആദ്യം നിങ്ങൾ എന്ത് വന്നാലും ഈ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് അവിടുത്തെ ടോട്ടൽ പെയേഴ്സ് കണ്ടുപിടിക്കണം, ടോട്ടൽ ജോഡികൾ കണ്ടുപിടിക്കണം. അതിന് ഞാൻ ചെയ്തത് നോക്കുക. ഇതിലെ എണ്ണം 5, ഇതിലെ എണ്ണം 6, 5ഉം 6ഉം ആണ്. സാധാരണ പ്രോബബിലിറ്റിയിലൊക്കെ നിങ്ങൾ പ്ലസ് ആണ് പഠിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ജോഡിയുടെ കണക്കിലേക്ക് വരുമ്പോൾ ആ പ്ലസിന് പകരം നിങ്ങളുടെ മൈൻഡിലേക്ക് നിങ്ങൾ വെക്കേണ്ടത് അവിടെ ഇൻറ്റു ചിഹ്നമാണ്. അപ്പൊ ടോട്ടൽ ജോഡികൾ ഈസ് ഈക്വൽ ടു 5 × 6. ഫസ്റ്റ് ഉത്തരം നമുക്ക് കിട്ടി 30. അപ്പൊ ആദ്യം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയ ടോട്ടൽ ജോഡികളെ നിങ്ങൾ കണ്ടുപിടിക്കുക. ഇനി നമുക്കിതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ വരിക. ഇതില് നമ്മൾ 2 ബോളുകളാണ് എടുക്കുന്നത്. 2 ബോക്സ് ഉണ്ടല്ലോ, 2ൽ നിന്നും ഓരോന്നാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ആ എടുക്കുന്ന 2 ബോളുകളും ബ്ലാക്ക് കളർ ആവാനുള്ള സാധ്യത. അപ്പൊ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഇതിലെ ബ്ലാക്കിന്റെ എണ്ണം എത്രയാണ്? 2 ആണല്ലോ. ഇതിലെ ബ്ലാക്കിന്റെ എണ്ണം എത്ര? 2. ആ രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 2 ബ്ലാക്കിന്റെ ഉത്തരം നിങ്ങൾക്ക് പറഞ്ഞൂടെ? ഇതിലെ ബ്ലാക്ക്, ഇതിലെ ബ്ലാക്ക്, 2 × 2. അപ്പൊ അതിന്റെ ആൻസർ എത്ര? 4. അതിന്റെ താഴെ എഴുതേണ്ടത് നമ്മളിവിടെ കണ്ടുപിടിച്ച ടോട്ടൽ പെയേഴ്സ്. എല്ലാത്തിനും താഴെ ഇനി 30 ആണ് എഴുതേണ്ടത്. അപ്പൊ 4/30. അപ്പൊ സെക്കൻഡ് ഉത്തരം കിട്ടിയല്ലോ. ബ്ലാക്ക് ചെയ്തപ്പോ എന്താ ചെയ്തത്? ആ ബ്ലാക്കും തമ്മിൽ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. പരീക്ഷയ്ക്ക് എന്താവും? ബോയ്സ് ആവാം. അപ്പൊ ബോയ്സും ഇൻറ്റു ചെയ്തതിന്റെ ഉത്തരായി. ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. മൂന്നാമത്തെ ചോദ്യത്തില് ഇപ്പൊ നമ്മൾ പറഞ്ഞത് ബ്ലാക്ക് കിട്ടാനുള്ള സാധ്യത, അടുത്ത് എടുക്കുന്നത് രണ്ടും വൈറ്റ് ബോൾ ആവാനുള്ള സാധ്യതയാണ്. നിങ്ങൾക്ക് ഉത്തരം ഈസി ആയി പറഞ്ഞൂടെ? വൈറ്റിന്റെ ഉത്തരം ഇതിൽ എത്ര? ഇതിൽ വൈറ്റിന്റെ ഉത്തരം 3 ആണ്, ഇതിൽ 4 ആണ്. ഇവിടെ ചിഹ്നങ്ങളെ മൈൻഡിൽ വെക്കുക. പ്ലസിന് പകരം ഇൻറ്റു ആണ്. ഓക്കെ, അപ്പൊ 3 × 4 എത്ര? 3 × 4 എത്ര? 12 അല്ലേ? ആൻസർ 12/30. ഈ 3 ചോദ്യങ്ങൾ റെഡി ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിലെ നാലാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പരിചയപ്പെടാം. നാലാമത്തെ ചോദ്യം എന്ന് വെച്ചാല് നമ്മള് 2 ബോൾ എടുക്കുന്നു. ആ 2 ബോളില് ഒന്ന് ബ്ലാക്കും ഒന്ന് വൈറ്റും ആവാനുള്ള സാധ്യത. എന്താണ്? എടുക്കുന്ന ബോൾ ഒന്ന് ബ്ലാക്കും ആവാം, ഒന്ന് വൈറ്റും ആവാനുള്ള സാധ്യതയാണ്. അപ്പൊ നിങ്ങൾക്ക് അത് ചെയ്യേണ്ടത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിലെ ബ്ലാക്ക്, ഇതിലെ വൈറ്റ്, അപ്പൊ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ വരും. ഇതിലെ ബ്ലാക്ക് എത്ര? ഇതിലെ ബ്ലാക്ക് എത്ര? 2. ഇതിലെ വൈറ്റ് എത്ര? 4. അപ്പൊ അതിന്റെ ഫസ്റ്റ് ആൻസർ 2 × 4. 2 × 4 എത്ര? 8 ആണല്ലോ. പ്ലസ്. ഓക്കെ, ഇനി ഇതാ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാവില്ലേ? എങ്ങനെയാണ്? 2 ബ്ലാക്കും 3 വൈറ്റും. അപ്പൊ 2 × 3 6 ഡിവൈഡഡ് ബൈ ടോട്ടൽ 30. അപ്പൊ 8 + 6 എത്ര? 14/30 ഉത്തരം കിട്ടി. ഇപ്പൊ എത്ര ചോദ്യങ്ങളായി? 4 ചോദ്യങ്ങളായി. ടോട്ടൽ പരീക്ഷയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട 6 ചോദ്യങ്ങളാണ് വരിക. ഈ 6 ചോദ്യത്തില് നമുക്ക് 4 ചോദ്യങ്ങളാണ് എക്സാമിന് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇതിലെ 5ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. 5ാമത്തെ ചോദ്യം ഒന്ന് കറക്റ്റ് ശ്രദ്ധിക്കുക. 5ാമത്തെ ചോദ്യം പറയുന്നത് അറ്റ്ലീസ്റ്റ് 1 ബ്ലാക്ക്. എന്താണ് ചോദ്യം? എന്താണ്? അറ്റ്ലീസ്റ്റ്. എന്താ അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാല്? മിനിമം ഒരെണ്ണെങ്കിലും ബ്ലാക്ക് ആവണം. നമ്മൾ 2 എണ്ണം എടുക്കുന്നതിൽ ഒരെണ്ണെങ്കിലും ബ്ലാക്ക് ആവണം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമ്മൾ ആകെ 2 ബോൾ എടുക്കുന്നുണ്ട്. ആ 2 ബോളില് ഒരെണ്ണെങ്കിലും ബ്ലാക്ക് ആവണം എന്നാ പറയുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക. 2 ബോളാണ്, ഒരെണ്ണെങ്കിലും ബ്ലാക്ക് എന്ന് വെച്ചാല് അതിലൊരിക്കലും എന്ത് പറ്റൂല? ഇത് നമുക്കറിയാം, രണ്ടും ബ്ലാക്ക് ആണ്. ഇതെന്താണ്? രണ്ടും വൈറ്റ് ആണ്.
ഒരെണ്ണമെങ്കിലും ബ്ലാക്ക് എന്നാണ്. ഒരെണ്ണമെങ്കിലും ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്ത് പറ്റൂല, വൈറ്റ് രണ്ടെണ്ണം ആയാൽ ഒരെണ്ണെങ്കിലും ബ്ലാക്ക് ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ടോട്ടൽ 30 അതിൽ നിന്ന് 2 വൈറ്റിന്റെ ഉത്തരം മൈനസ് ചെയ്യുക. അപ്പൊ 30 എത്ര, 2 വൈറ്റിന്റെ ഉത്തരം എത്ര, 12 മൈനസ് ചെയ്താൽ അതിന്റെ ഉത്തരം എത്ര, 18/30. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്, അതെങ്ങനെയെന്നും കൂടെ പറയാം. നമ്മൾ പറഞ്ഞു ഒരെണ്ണമെങ്കിലും ബ്ലാക്ക്. ഒരെണ്ണമെങ്കിലും ബ്ലാക്ക് എന്ന് വെച്ചാൽ ഒരു ബ്ലാക്കും ഒരു വൈറ്റും. അതിൽ ഒരെണ്ണമെങ്കിലും ബ്ലാക്ക് ഉണ്ടല്ലോ, അല്ലെങ്കിൽ 2 ബ്ലാക്ക്. ഇതിൽ 2 ബ്ലാക്കിൽ ഒന്നിൽ കൂടുതൽ ബ്ലാക്ക് ആയില്ലേ, ഈ 2 ഓപ്ഷനുകൾ നമുക്ക് എന്ത് ചെയ്താലും കിട്ടും, പ്ലസ് ചെയ്താലും കിട്ടും. അപ്പൊ ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്ത് നോക്കാം. ഒരു ബ്ലാക്ക് ഒരു വൈറ്റ്, ഒരു ബ്ലാക്ക് ഒരു വൈറ്റിന്റെ ഉത്തരം എത്ര, 14 അല്ലേ, പ്ലസ് 2 ബ്ലാക്കിന്റെ ഉത്തരം എത്ര, 4 അല്ലേ, 14 + 4 ഡിവൈഡഡ് ബൈ 30. അപ്പൊ അതിന്റെ ഫൈനൽ ആൻസർ എത്ര, 18/30. സെയിം മെത്തേഡിൽ തന്നെ രണ്ടാമത്തെ മെത്തേഡിൽ ചെയ്താലും സെയിം ആൻസർ കിട്ടും. ഇനി അതിന്റെ ലാസ്റ്റ് സ്റ്റെപ്പും കൂടെ നമുക്കൊന്ന് നോക്കാം. ലാസ്റ്റ് സ്റ്റെപ്പ് പറയുന്നത്, ഇപ്പൊ നമ്മൾ പറഞ്ഞത് എന്താ പറഞ്ഞത്, ഒരെണ്ണമെങ്കിലും ബ്ലാക്ക് ആണ്. ഇനി എങ്ങനെ വരാം, ഒരെണ്ണമെങ്കിലും വൈറ്റ് ആവണം, അറ്റ്ലീസ്റ്റ് 1 വൈറ്റ്. അപ്പൊ അതിന്റെ ഉത്തരം നിങ്ങൾക്ക് തന്നെ ചെയ്തൂടെ, അറ്റ്ലീസ്റ്റ് 1 വൈറ്റിന്റെ ഉത്തരം എങ്ങനെ വരിക, അറ്റ്ലീസ്റ്റ് 1 വൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരെണ്ണമെങ്കിലും വൈറ്റ്. ഓക്കെ, ഒരെണ്ണമെങ്കിലും വൈറ്റ് ആവണം. അപ്പൊ ഒരെണ്ണമെങ്കിലും വൈറ്റിൽ എന്ത് പറ്റൂല, 2 ബ്ലാക്ക് പറ്റൂല. അപ്പൊ 2 ബ്ലാക്കിന്റെ ഉത്തരം എത്ര, 4 അല്ലേ. അപ്പൊ 30 4 മൈനസ് ചെയ്താൽ ആൻസർ എത്ര, 26 ഡിവൈഡഡ് ബൈ 30 അല്ലേ. അല്ലെങ്കിൽ ഇതേ രീതിയിൽ നമുക്ക് ചെയ്തൂടെ, ഒരു ബ്ലാക്ക് ഒരു വൈറ്റ് അല്ലെ, 2 വൈറ്റും ഉത്തരം കൂട്ടിയാലും കിട്ടൂലേ. ഒരു ബ്ലാക്ക് ഒരു വൈറ്റിന്റെ ഉത്തരം എത്ര, ഒരു ബ്ലാക്ക് ഒരു വൈറ്റിന്റെ ഉത്തരം 14 അല്ലേ, പ്ലസ് 2 വൈറ്റിന്റെ ഉത്തരം എത്ര, 12 അല്ലേ. 14 + 12 ഡിവൈഡഡ് ബൈ 30 അല്ലേ. 14ഉം 12ഉം കൂട്ടിയിട്ടാൽ എത്ര, 26 ഡിവൈഡഡ് ബൈ 30.